ബിൽദാദ് വീണ്ടും സംസാരിക്കുന്നു. ഷൂഹ്യനായ ബിൽദാദ് പറഞ്ഞു, എത്ര നേരം നീ എന്നെ ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കും? നീ ശ്രദ്ധിക്കുന്നുവെങ്കിൽ ഞങ്ങൾ പറയാം. എന്തുകൊണ്ട് നീ ഞങ്ങളെ മൃഗങ്ങളായി എണ്ണുന്നു? എന്തുകൊണ്ട് ഭോഷന്മാരായി ഞങ്ങളെ കണക്കാക്കുന്നു? കോപാവിശേഷത്താൽ തന്നെ ചിന്തിക്കളയുന്ന നിനക്ക് വേണ്ടി ഭൂമി പരിത്യക്തമായിരിക്കുമോ? പാറയെ അതിൻ്റെ സ്ഥാനത്ത് നിന്ന് നീക്കണമോ? ദുഷ്ടൻ്റെ പ്രകാശം കെടുത്തിയിരിക്കുന്നു, അവൻ്റെ അഗ്നി ജ്വലിക്കുന്നില്ല. അവൻ്റെ കൂടാരത്തിൽ പ്രകാശം ഇരുളായി മാറിയിരിക്കുന്നു. അവന് മുകളിലുള്ള ദീപം കെടുത്തിയിരിക്കുന്നു. ദൃശ്യമായിരുന്ന അവൻ്റെ പാദങ്ങൾ ഇപ്പോൾ പതറുന്നു. അവൻ്റെ പദ്ധതികൾ തന്നെ അവനെ നശിപ്പിക്കുന്നു. അവൻ നടന്നു ചെന്ന് വലയിൽ കുടുങ്ങുന്നു. അവൻ ചതിക്കുഴിയുടെ മീതെയാണ് നടക്കുന്നത്. കുരുക്ക് അവൻ്റെ കുതികാലിൽ വീഴുന്നു. അവൻ കുടുക്കിലകപ്പെടുന്നു. അവനെ കുടുക്കുവാൻ തറയിൽ കയർ ഒളിച്ചു വച്ചിരിക്കുന്നു, പാതയിൽ ഒരു കെണിയും. എല്ലാ വശത്തു നിന്നും കൊടുംഭീതികൾ അവനെ ഭയപ്പെടുത്തുകയും വേട്ടയാടുകയും ചെയ്യുന്നു. വിശപ്പ് കൊണ്ട് അവൻ്റെ ശക്തി ക്ഷയിച്ചുകൊണ്ടിരിക്കുന്നു. വിനാശം അവൻ്റെ ഇടർച്ചയ്ക്ക് കാത്തിരിക്കുന്നു. രോഗം അവൻ്റെ ചർമ്മത്തെ കാർന്നു തിന്നുന്നു. മൃത്യു അവൻ്റെ അവയവങ്ങളെയും അവൻ ആശ്രയിക്കുന്ന കൂടാരത്തിൽ നിന്ന് അവൻ പറിച്ചു മാറ്റപ്പെടും. ഭീകരതയുടെ രാജാവിനെ അടുത്തേക്ക് അവൻ നയിക്കപ്പെടും. അന്യൻ അവൻ്റെ കൂടാരത്തിൽ വസിക്കും. അവൻ്റെ ഭവനത്തിന്മേൽ ഗന്ധകം വർഷിക്കപ്പെടും. അവൻ്റെ വേരുകൾ ഉണങ്ങിപ്പോകും. അവൻ്റെ ശാഖകൾ മുഴങ്ങും. ഭൂമിയിൽ നിന്ന് അവൻ്റെ സ്മരണ മാഞ്ഞു പോകും. തെരുവീതിയിൽ അവൻ്റെ പേരില്ലാതാകും. പ്രകാശത്തിൽ നിന്ന് അന്ധകാരത്തിലേക്ക് അവനെ തള്ളിയിടുകയും ലോകത്തിൽ നിന്ന് അവനെ ഓടിച്ചു കളയുകയും ചെയ്യും. സ്വജനത്തിൻ്റെ ഇടയിൽ അവന് സന്തതികളോ പിൻഗാമികളോ ഉണ്ടായിരിക്കുകയില്ല. അവൻ്റെ പാർപ്പിടത്തിൽ ആരും അവശേഷിക്കുകയില്ല. അവൻ്റെ ദിനം കൊണ്ട് പടിഞ്ഞാറുള്ളവൻ പരിഭ്രാന്തരാകും, കിഴക്കുള്ളവർ സംപ്രീതനാകും. അധർമ്മികളുടെ പാർപ്പിടങ്ങൾ ഇങ്ങനെയാണ്. ദൈവത്തെ അറിയാവുന്നവരുടെ സ്ഥലത്ത് അത് സംഭവിക്കും. ഇത്രയുമാണ് ഈ വീഡിയോയിലുള്ള. കർത്താവെ അനുഗ്രഹിക്കണമേ. പരിശുദ്ധ പരമദൈവികാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. യേശു മിശിഹായ്ക്കും സ്തുതിയായിരിക്കട്ടെ.